ക്ലാസ് ചാപ്റ്റർ 3 അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റിലെ ഇൻട്രൊഡക്ഷനും കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കിനെയും കുറിച്ചുള്ളതാണ്. ഈ ലെസൻ്റെ പേജ് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തുറന്നു വയ്ക്കണം. അങ്ങനെയാകുമ്പോൾ ഓരോ സെൻറ്റൻസിൻ്റെയും അതുപോലെ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെയും മീനിങ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യത്തെ ലെസൺ റീഡിങ്ങും കഴിയും. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒഴുകി നടക്കുന്ന മേഘങ്ങളും സൂര്യപ്രകാശവും കണ്ടേക്കാം. ഒപ്പം ഒരു ചെറിയ കാറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തേക്കാം. ഇവയെല്ലാം ഭൂമിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അന്തരീക്ഷം എന്ന് വിളിക്കപ്പെടുന്ന വായുവിൻ്റെ ഒരു പുതപ്പിൻ്റെ അഥവാ വായുപാളിയുടെ ഫലമാണ്. ഗുരുത്വാകർഷണം മൂലം ഈ വായുപാളി ഭൂമിക്ക് ചുറ്റുമായി ആകർഷിക്കപ്പെട്ട് നിൽക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പുൾഡ് ഡൗൺ അറൗണ്ട് ദ എർത്ത്. എന്താണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? വസ്തുക്കളെ പരസ്പരം ആകർഷിക്കുന്ന ഫലമാണ് ഗ്രാവിറ്റി. വിവിധ വാതകങ്ങൾ വ്യത്യസ്ത അളവുകളിൽ ചേർന്നതാണ് അന്തരീക്ഷം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഇത് വളരെ പ്രധാനമാണ്. ദാറ്റ് ഈസ് സർവൈവൽ ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ് ഓൺ ദ എർത്ത്. സൂര്യനിൽ നിന്നും വരുന്ന ഹാനികരമായ വികിരണങ്ങളിൽ നിന്ന് അന്തരീക്ഷം നമ്മെ സംരക്ഷിക്കുന്നു. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ ഷീൽഡ് അസ്. അൾട്രാവയലറ്റ് വികിരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സൂര്യൻ്റെ ഊർജത്തിൻ്റെ കുറച്ചു ഭാഗം അന്തരീക്ഷം പിടിച്ചു നിർത്തുന്നതിലൂടെ ഇത് ഭൂമിയുടെ താപനില ക്രമീകരിക്കുകയും ഈ ഊർജം തിരികെ ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടു പോകാതെ തടയുകയും ചെയ്യുന്നു. ഭൂമിയുടെ വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും പ്രധാന ഘടകമാണ് അന്തരീക്ഷം. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഈർപ്പം, എയർ പ്രഷർ തുടങ്ങിയ ഫാക്ടേഴ്സിനെ അന്തരീക്ഷം സ്വാധീനിക്കുന്നു. നെക്സ്റ്റ് അബൌട്ട് സൈഡ് നോട്ട്, ദാറ്റ് ഈസ് ഗ്രാവിറ്റി. സൂര്യനും ഭൂമിയും പോലെ പിണ്ഡമോ അതായത് മാസും എനർജിയും ഉള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഭൗതിക ഫലമാണ് ഗുരുത്വാകർഷണം. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ഫോഴ്സ്. ഭൂമിയുടെ ഉപരിതലത്തിലോ അതിനടുത്തോ ഉള്ള വസ്തുക്കളിൽ ഭൂമിയുടെ മാസ് അഥവാ പിണ്ഡം ചെലുത്തുന്ന ആകർഷണ ബലത്തെയാണ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം അതായത് എർത്ത്സ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് അബൌട്ട് കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷം പലതരം വാതകങ്ങളുടെ മിശ്രിതമാണ്. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായതും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതുമായ രണ്ട് പ്രധാന വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും. കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗോൺ, ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, ഓസോൺ, ഹൈഡ്രജൻ എന്നിവ അന്തരീക്ഷത്തിലുള്ള മറ്റ് ചില വാതകങ്ങളാണ്. എന്നാൽ ഇവ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇവ കൂടാതെ അന്തരീക്ഷത്തിൽ ജലബാഷ്പവും വാട്ടർ വേപ്പർ, ചെറിയ പൊടിപടലങ്ങളും അടങ്ങിയിരിക്കുന്നു. ദാറ്റ് ഈസ് ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പൊതുവെ ഇത് 0.1% to 4.0% വരെയാണ്. മേഘങ്ങളുടെ രൂപീകരണത്തിലും ദാറ്റ് ഈസ് ക്ലൗഡ് ഫോർമേഷനിലും മഴയോ മഞ്ഞോ ആയി പെയ്യുന്നതിലും ദാറ്റ് ഈസ് പ്രിസിപിറ്റേഷനിലും ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വിത്ത് ആൾട്ടിറ്റ്യൂഡ് അതായത് ഉയരത്തിനനുസരിച്ച് അന്തരീക്ഷത്തിൻ്റെ ഘടനയിലും കോമ്പോസിഷനിലും വ്യത്യാസങ്ങൾ വരുന്നു. നെക്സ്റ്റ് അബൌട്ട് പൈ ഡയഗ്രാം. ചിത്രത്തിലെ വട്ടത്തിലുള്ള ചാർട്ട് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ ശതമാനം കാണിക്കുന്നു. നൈട്രജൻ 78%, ഇതാണ് ഏറ്റവും കൂടുതൽ. ഓക്സിജൻ 21%, ആർഗോൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% and other 0.03%. Dear children, this is about today's class. Please subscribe and like the video. If you have any doubt, please post it in the comment box. Thank you.